നല്ല ക്രീമിയും ചീസിയുമായിട്ടുള്ള ഐറ്റംസ് ഇപ്പോൾ പൊതുവേ കുഞ്ഞുങ്ങൾക്കും വലിയ ആൾക്കാർക്കും ഒക്കെ പ്രിയപ്പെട്ടവയായി മാറിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു നല്ല ക്രീമി ചീസി ആയിട്ടുള്ള ഒരു പാസ്തയുടെ റെസിപ്പിയാണ് ഇന്ന്. നല്ല ടേസ്റ്റിയുമാണ്, വളരെ പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റും. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു ക്രീമി ചീസി ഗാർലിക് മഷ്റൂം പാസ്തയാണ്. നല്ല സൂപ്പർ ടേസ്റ്റ് ആട്ടോ. അപ്പോൾ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അതിനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട്. നല്ല കുറച്ച് കനമുള്ള പാനാണ് കേട്ടോ. അതിലേക്ക് നല്ലോണം ബട്ടർ ഇട്ട് കൊടുക്കുക. ബട്ടറാണ് ഇതിലെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് കേട്ടോ. അപ്പോൾ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടർ ഒന്ന് ചെറുതായിട്ടൊന്ന് മെൽട്ടായി വരുമ്പോൾ ഞാൻ ഒലിവ് ഓയിലും കൂടി മിക്സ് ചെയ്യുന്നുണ്ട്. രണ്ടും കൂടി മിക്സ് ചെയ്താണ്. ബട്ടർ മാത്രം വേണമെന്നുള്ളവർക്ക് ബട്ടർ മാത്രം ഇടാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കൊരു 6 മുതൽ 7 വരെ ഗാർലിക്കിനെ, കുറച്ച് വലിയ ഗാർലിക്കിനെ നന്നായി കട്ട് ചെയ്ത് തന്നെ ചോപ്പ് ചെയ്തതിനാണ് ഇട്ട് കൊടുത്തിട്ട് അതിനെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടുണ്ട്. അത് ഫ്രൈ ചെയ്ത് വരുമ്പോൾ നമുക്ക് 1 കപ്പ് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള മഷ്റൂം, തിന്നായിട്ട് സ്ലൈസ് ചെയ്തിട്ടുള്ള മഷ്റൂമാണ്. മഷ്റൂമിനെ ഞാൻ ചുടുവെള്ളത്തിലിട്ട് ഒരു 5 മിനിറ്റ് ചുടുവെള്ളത്തിലിട്ട് പിഴിഞ്ഞെടുത്തതാണ് കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സും. ഇതിൽ മുളക് പൊടി ഇടില്ല, ചില്ലി ഫ്ലേക്സിൻ്റെ ടേസ്റ്റാണ് ഉണ്ടാവുക എരിവിനായിട്ട്. ഇത് നന്നായി ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇത് പിഴിഞ്ഞെടുത്തോണ്ടാണ് വെള്ളം ഇറങ്ങാത്തത്. അതുകൊണ്ട് തന്നെ മഷ്റൂം കഴുകി ചുടുവെള്ളത്തിലിട്ടിട്ടുണ്ടെങ്കിൽ പിഴിഞ്ഞിട്ട് മാത്രമേ ഇതിലിടാൻ പാടുള്ളൂ കേട്ടോ. ഇനി ഇതൊന്ന് കുക്കാവട്ടെ. 2-3 മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ. ഇനി അതിലേക്കൊരു കപ്പ് അസോർട്ടഡ് ക്യാപ്സിക്കംസ്, ഗ്രീനും യെല്ലോവും റെഡും ലോങ് ആയിട്ട് കട്ട് ചെയ്തതാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് നന്നായി സോട്ടായി കുക്കാവട്ടെ. നല്ല ആ മഷ്റൂമൊക്കെ ഒരു ഗോൾഡൻ കളർ ആവണം വരെ കുക്കാവണം. എഗെയിൻ ഞാനൊരു ചെറിയൊരു ക്യൂബ് ബട്ടർ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്ത് ഇതിനൊന്ന് അടച്ച് വെക്കണം. അപ്പോൾ ഈ ബട്ടറിലാണ് ഇത് ആക്ച്വലി കുക്കാവേണ്ടത്. അതുകൊണ്ട് തന്നെ ഇത് കറക്റ്റ് നല്ല ബട്ടർ ഇട്ട് കുക്ക് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ഫ്ലേവറും ടേസ്റ്റും. കുറച്ച് ഒറിഗാനോ ഇതുമാതിരി നമുക്ക് നന്നായി കൈകൊണ്ടൊന്ന് അമർത്തിയതിന് ശേഷം ഇട്ട് കൊടുക്കാം. ഒറിഗാനോ ഫ്ലേവറും കൂടി ഇതിൽ നന്നായിട്ട് വേണം. ഇനി ഇതൊരു 5-10 മിനിറ്റ് ഇരുന്ന് കുക്കാവട്ടെ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്താൽ മതി. ലോ ടു മീഡിയം ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഇതാ കുക്കായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ മഷ്റൂമൊക്കെ ഇങ്ങനെ കഴിക്കാൻ തന്നെ ടേസ്റ്റ്, ഇങ്ങനെ ഗോൾഡൻ കളറിൽ നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഇതിനെ ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. ഇനി അതേ പാനിൽ തന്നെയാണ് ചെയ്യുന്നത്. എഗെയിൻ നമ്മൾ സോസ് ഉണ്ടാക്കാനായിട്ട് ബട്ടർ ഇടുന്നുണ്ട്. ഇതിന് ഞാൻ ഏകദേശം ഒരു 100 ഗ്രാം ബട്ടർ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ ഈ മൊത്തം കുക്കിങ്ങിന്. അതിൽ കുറേ കൂടി ഒലിവ് ഓയിലും കൂടി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരട്ടെ. ഞാൻ ബട്ടറിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കാനാണ് ഇത് ചെയ്തത്. ഒരു 3 ടേബിൾ സ്പൂണോളം ഗാർലിക്കും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുന്നതേ ഉള്ളൂ. ഒരുപാട് ബ്രൗൺ ആവണ വരെ സോട്ട് ചെയ്യുന്നില്ല. ഇനി അതിലേക്ക് ഒരു 1/2 കപ്പ് ചെറുതായി അരിഞ്ഞിട്ടുള്ള ഒനിയനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സോസിൽ നമ്മൾ ഇതിന് മുമ്പൊന്നും ഒനിയൻ ചേർക്കാത്തതുകൊണ്ട് ഒനിയനും കൂടി ഇട്ട് ഒരു 2-3 മിനിറ്റ് നമുക്കതിനൊന്ന് സോട്ട് ചെയ്യാം. ഗോൾഡൻ ഒന്നും ആവണ്ട. ഇനി ഇതിലേക്ക് നമുക്കിതാ ഒരു 2 ടേബിൾ സ്പൂണോളം മൈദ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു വൈറ്റ് സോസിൻ്റെ ടെക്സ്ചറിലാണല്ലോ വരിക. അപ്പോൾ ഇനി ഇതിനെ നന്നായി സോട്ട് ചെയ്യുക. അപ്പോൾ ഓയിൽ കുറവാണെന്ന് തോന്നുകയാണ് എങ്കിൽ ബട്ടറോ ഓയിലോ ഇട്ട് കൊടുക്കുക. ഞാൻ ഇതിലേക്ക് എഗെയിൻ കുറച്ചും കൂടി, ഇത് കണ്ടോ നമുക്ക് കുക്കാവാൻ കുറവാണ് ഓയിൽ, അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിന് ഇങ്ങനെ ഒന്ന് നന്നായിട്ട് നല്ല മണമാണ് കേട്ടോ. ഇത് വരുമ്പോൾ തന്നെ നമുക്ക് ഒരു ഭയങ്കര ഫ്ലേവറാണ് ഇവിടെ മുഴുവനുള്ളത്. ഇതാ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3/4 ലിറ്ററോളം പാൽ വേണം. പക്ഷേ കുറച്ചായിട്ടാണ് ആഡ് ചെയ്യുന്നുള്ളൂ. ഓരോ കപ്പായിട്ടാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഒട്ടും സ്പീഡില്ലാതെ വളരെ ശ്രദ്ധിച്ച് സ്ലോ ആയിട്ട് ആഡ് ചെയ്യുക. ഒന്നിച്ച് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കട്ട പിടിക്കും. പിന്നെ ഒനിയൻ ചേർത്തി കഴിഞ്ഞിട്ട് സോസ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇത് കട്ട കൂടാതെ കിട്ടുന്നുണ്ടായിരുന്നു. എനിക്ക് ഒനിയൻ ഇല്ലാതെ ചെയ്തപ്പോൾ എനിക്ക് കട്ട പിടിച്ചിരുന്നു 1-2 പ്രാവശ്യം. ഇത് കണ്ടോ മെല്ലെ മെല്ലെ കട്ടയൊന്നും കൂടാതെ ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് ചെയ്യുക. ഞാൻ ഈ 3/4 ലിറ്റർ പാല് മെല്ലെ മെല്ലെയാണ് ഒഴിച്ചത്, ഒന്നിച്ചല്ല ഒരിക്കലും ഒഴിച്ചിട്ടുള്ളത്. ഇനി ഇതിനെ നന്നായി ഒന്ന് ഒട്ടും കട്ട കൂടാതെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നല്ല തിക്കാണെന്ന് തോന്നാം. അതായത് ഓരോരുത്തരും മൈദയുടെ രീതി ഓരോ പോലെ ആയിരിക്കും. അപ്പോൾ ഇത് ഒരുപാട് തിക്കാണെന്ന് തോന്നുകയാണെങ്കിൽ വെള്ളം കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് കുറച്ച് നല്ല തിന്നായിട്ട് തന്നെ ഈ സോസ് ഉണ്ടാവണം കേട്ടോ. അത് കുക്കായി വരുമ്പോൾ തിക്കാവും. ഇത് കണ്ട ഒട്ടും കട്ടയൊന്നുമില്ല, നല്ലതായി വന്നിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. സോസിന് ആവശ്യമായ ഉപ്പും ഒരു 3/4 ടീസ്പൂണോളം ഷുഗറും ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ കുറച്ചും കൂടി ഒറിഗാനോവും കൂടി ഇതുമാതിരി ഇട്ട് കൊടുക്കാം. നമുക്ക്
ചില്ലി ഫ്ലേക്സ് 1 ടേബിൾ സ്പൂണോളം ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം ചില്ലി ഫ്ലേക്സിൻ്റെ എരിവ് മാത്രമേ ഇതിലുള്ളൂ. ഓൾറെഡി നമ്മൾ 1 ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സ് മഷ്റൂം കുക്ക് ചെയ്യുമ്പോട്ടിരുന്നു. ഇതൊരു 5 മുതൽ 8 മിനിറ്റ് വരെ നന്നായി കുക്കാക്കുക. അപ്പോൾ കുക്കാകുമ്പോൾ എനിക്ക് തോന്നി കുറച്ച് തിന്നാവാം നമ്മുടെ സോസ് എന്ന്. കുറച്ചും കൂടി ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, അപ്പോൾ വെള്ളമൊക്കെ നിങ്ങളുടെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ചാണ്. കുറച്ച് തിന്നായിട്ട് ചെയ്ത് കുക്കാവുമ്പോഴാണ് ഇതിന് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതാ കുറച്ച് തിന്നാണ്, കണ്ടോ? ഇതൊന്ന് നന്നായി കുക്കാവട്ടെ. നിങ്ങൾക്ക് എരിവ് ഒട്ടും പോരാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യാം. സോസ് തിളച്ച് തിക്കായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഭയങ്കര തിക്കല്ല, അത്രയും തിക്കാവരുത്. അതിലേക്ക് നമുക്ക് ഈ മഷ്റൂമിൻ്റെ മിക്സിനെ ഇട്ട് കൊടുക്കാം. മഷ്റൂമും ക്യാപ്സിക്കം മിക്സിനെ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കുക. ഒരു 2-3 മിനിറ്റ് നന്നായി ഒന്ന് ഇളക്കുക, കുക്കാവട്ടെ. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കുക. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കുക. എത്രത്തോളം ചീസ് ആഡ് ചെയ്യുന്ന അത്രയും ചീസി ആയിരിക്കും നമ്മുടെ ഈ പാസ്ത. അപ്പോൾ അതിൻ്റെ ഒന്ന് 2 മിനിറ്റ് ഒന്ന് ഇളക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുന്നതേ ഉള്ളൂ നമ്മുടെ ചീസ്. ഇനി അതിലേക്ക് കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള പാസ്തയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 100-150 ഗ്രാമോളം കുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. 1 കപ്പിൽ കൂടുതൽ എടുത്തിട്ട് കുക്ക് ചെയ്ത പാസ്തയാണ്. അത് നന്നായി ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊരു 5 മിനിറ്റോളം ഇത് തിളയ്ക്കട്ടെ. അപ്പോഴാണ് ആ ക്രീമി മഷ്റൂം പാസ്തയായി മാറുന്നത്. ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എഗെയിൻ ചീസ് ഇട്ട് കൊടുത്തിട്ട് എഗെയിൻ നമുക്കൊന്നും കൂടി തിളപ്പിക്കാം. ഞാൻ ഇനി ചീസ് ഇതിൻ്റെ മുകളിൽ ഇപ്പോൾ ഇടുന്നില്ല. ഇതായിട്ടുണ്ട്. അപ്പോൾ അത് ഓഫ് ചെയ്തു. ഇതാ സെർവ് ചെയ്യാൻ റെഡി. ചൂടാന്നുള്ള പാസ്ത കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് തന്നെയാണല്ലേ. മണമാണെങ്കിൽ പറയാൻ വേണ്ട കേട്ടോ. ആ ഒറിഗാനോൻ്റെ ഒക്കെ ഫ്ലേവർ ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി സെർവ് ചെയ്യുമ്പോഴാം. കൂടാതെ കുറച്ച് മൊസറല്ല ചീസും. നല്ല ക്രീമി ചീസി ആയിട്ടുള്ള ഗാർലിക്കിൻ്റെ ഫ്ലേവറിലുള്ള പാസ്ത റെഡി. ക്രീമി ചീസി ഗാർലിക് മഷ്റൂം പാസ്ത നിങ്ങൾ ട്രൈ ചെയ്യാതിരിക്കരുത്, അത്രയും ടേസ്റ്റാണ്. അടുത്ത വീഡിയോയുമായി കാണാം. ബൈ. താങ്ക് യു.